നമസ്കാരം. ഇവിടെ പറയുന്ന ചില നക്ഷത്ര ജാതകർക്ക് വ്യാഴം രോഹിണി നക്ഷത്രത്തിൽ എത്തുന്നതോടുകൂടി തന്നെ വളരെയേറെ ധനപരമായിട്ടുള്ള നേട്ടങ്ങളും വിജയങ്ങളുമാണ് ഇവർ നേടിയെടുക്കുവാൻ പോകുന്നത്. സാമ്പത്തികപരമായിട്ട് വൻ നേട്ടങ്ങൾ കൈവരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതായിരിക്കും. പുതിയ വരുമാന സ്രോതസ്സുകളിലൂടെ അധിക വരുമാനം ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുവാനുമുള്ള ഭാഗ്യയോഗങ്ങളാണ് ഈശ്വരൻ്റെ കൃപാകടാക്ഷത്താൽ ഇവിടെ പറയുന്ന ഈ നക്ഷത്ര ജാതകർക്ക് കൈവരിക്കുവാൻ പോകുന്നത്. ആ ഭാഗ്യ നക്ഷത്ര ജാതകർ ആരൊക്കെയെന്നതിനെക്കുറിച്ച് നോക്കുന്നതിന് മുമ്പായി തന്നെ കാര്യവിജയത്തിനും സന്താന സൗഭാഗ്യത്തിനും കടബാധ്യത മാറുന്നതിനും കുടുംബൈശ്വര്യത്തിനും വേണ്ടിയുള്ള നമ്മുടെ പ്രത്യേക പൂജയിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തുന്നതിനായി താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻറ്റായി രേഖപ്പെടുത്തുക. തികച്ചും സൗജന്യകരമായിട്ടാണ് നമ്മൾ ഈ ഒരു പൂജ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാ വ്യക്തികൾക്കും പൂജയിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ട്. നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. ഈ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു ബന്ധുവിനോ സുഹൃത്തിനോ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻറ്റായി രേഖപ്പെടുത്തുക. ജീവിതത്തിൽ ഒട്ടനവധി വരുമാന മേഖലയിലൂടെ ധനലാഭം വന്നു ചേരുകയും അതിസമ്പന്നനായി തീരുവാൻ ഭാഗ്യം സിദ്ധിക്കുകയും ചെയ്യുന്ന നക്ഷത്ര ജാതകരിൽ ഒന്നാമതായുള്ള നക്ഷത്ര ജാതകർ കാർത്തിക നക്ഷത്രം തന്നെയാണ്. ഈ നക്ഷത്രക്കാർക്ക് വൻതോതിലുള്ള നേട്ടങ്ങൾ കൈവരിക്കുവാനുള്ള ഭാഗ്യയോഗങ്ങളാണ് വ്യാഴത്തിൻ്റെ നക്ഷത്ര മാറ്റത്തിലൂടെ സംഭവിക്കുവാൻ പോകുന്നത്. 2025 വരെ ഏപ്രിൽ മാസത്തോടു കൂടി തന്നെ ഇവർക്ക് വളരെയേറെ ധനപരമായിട്ടുള്ള ഉയർച്ചകളാണ് ഇവർക്ക് കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നത്. വളരെയേറെ ഐശ്വര്യപ്രദമായിട്ടുള്ള പല കാര്യങ്ങളും ഇവർക്ക് ജീവിതത്തിൽ കൈവരിക്കുവാനുള്ള യോഗങ്ങൾ കാണപ്പെടുന്നുണ്ട്. ഉറപ്പായും ഒത്തിരി സാമ്പത്തിക നേട്ടങ്ങൾ ഇവർക്ക് കൈവരിക്കുവാൻ ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങൾ കൊണ്ട് കഴിയുന്നതായിരിക്കും. അടുത്തത് രോഹിണി നക്ഷത്ര ജാതകരാണ്. കടബാധ്യത പൂർണ്ണമായും അകലുന്ന നക്ഷത്ര ജാതകരാണ്. വ്യാഴം നക്ഷത്രമാറ്റം ഈ രാശിക്കാർക്ക് വളരെയേറെ അനുകൂലമായിട്ടാണ് ഭവിക്കുന്നത്. ഭാഗ്യദേവതയുടെ കടാക്ഷങ്ങൾ ജീവിതത്തിൽ കൈവരിക്കുവാനും ധനസമ്പാദനത്തിൻ്റെ വഴികൾ തുറന്നു കിട്ടുകയും ചെയ്യുന്ന സമയമാണ്. തൊഴിലിലെ ഭാരം കുറയുന്നതായിരിക്കും. ഉദ്യോഗാർത്ഥികൾക്ക് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെയേറെ വിജയങ്ങൾ കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും. ഉറപ്പായും ഒത്തിരി സാമ്പത്തികപരമായിട്ടുള്ള നേട്ടത്തിലൂടെയാണ് ഈ നക്ഷത്ര ജാതകർ സഞ്ചരിക്കുന്നത്. നിങ്ങളുടെ ലക്ഷ്യങ്ങളൊക്കെ ഒന്നൊന്നായി നേടിയെടുത്ത് ഒരു വിജയമായി തീരുവാനുള്ള ഭാഗ്യയോഗങ്ങളൊക്കെയാണ് ഈശ്വരൻ്റെ കൃപാകടാക്ഷത്താൽ ഈ നക്ഷത്ര ജാതകരിൽ കാണപ്പെടുന്നത്. അടുത്തത് രോഹിണി നക്ഷത്ര ജാതകരാണ്. വ്യാഴത്തിൻ്റെ നക്ഷത്രമാറ്റം കുടുംബത്തിലും ബിസിനസ്സിലും ഒരുപോലെ പ്രതിഫലിക്കുന്നതായിരിക്കും ഈ നക്ഷത്ര ജാതകർക്ക്. ഭാഗ്യം ഇവരുടെ കുടുംബത്ത് വന്നു ചേരുവാൻ കഴിയുന്ന സമയമാണ്. ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിച്ച് നിങ്ങൾക്ക് ജീവിക്കാനുള്ള ഭാഗ്യയോഗങ്ങളാൽ അതിസമ്പന്നമായ കാലഘട്ടമാണ് രോഹിണി നക്ഷത്ര ജാതകർക്ക് കടന്നു വരുന്നത്. പൊതുവെ വളരെയേറെ വിജയങ്ങളും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളും തുറക്കപ്പെടുമെങ്കിലും ആരോഗ്യപരമായിട്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കണ്ട് അതിന് വേണ്ടുന്ന മരുന്നുകളൊക്കെ കഴിക്കുക. ജീവിതത്തിൽ നിങ്ങൾക്ക് നല്ല നേട്ടങ്ങളും ഉയർച്ചകളും ഉണ്ടാകുന്നതായിരിക്കും. വിദേശത്തേക്കൊക്കെ ജോലി സംബന്ധമായിട്ട് പോകുവാൻ നിൽക്കുന്നവർക്കും അതൊക്കെ നേടിയെടുത്ത് നല്ല രീതിയിൽ ജീവിക്കുവാനുള്ള ഭാഗ്യയോഗങ്ങൾ ഈശ്വരൻ്റെ കൃപാകടാക്ഷത്താൽ വന്നു ചേരുന്നതായിരിക്കും. അടുത്ത മകീരം നക്ഷത്ര ജാതകരാണ്. ധനസമ്പാദനം വർദ്ധിക്കുന്ന ആണ് ഈ സമയം. ഭാഗ്യം കൈവരുന്ന സമയമാണ് മകീരം നക്ഷത്ര ജാതകരിൽ കാണപ്പെടുന്നത്. വീട് വാങ്ങുവാനും വസ്തു മേടിക്കുവാനും വളരെയേറെ ഗുണകരമായിട്ടുള്ള സമയത്തിലൂടെയാണ് ഈ നക്ഷത്ര ജാതകർ സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭം ധാരാളം വന്നു ചേരുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും. ഉറപ്പായും ഇവർക്ക് ഒത്തിരി സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങളും ഉയർച്ചകളും ഉണ്ടാകുന്നതായിരിക്കും. അടുത്തത് പുണർതം നക്ഷത്ര ജാതകരാണ്. ഈ പുണർതം നക്ഷത്ര ജാതകരായി ജനിച്ചിട്ടുള്ളവരാണ് നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായും ഇവരെ ഒന്ന് നിങ്ങൾ കരുതി വെക്കുക. ഇവരുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത് വളരെയേറെ അത്ഭുതകരമായിട്ടുള്ള ഭാഗ്യമാണ്. ഇവർക്ക് ഭാഗ്യദേവതയുടെ അനുഗ്രഹങ്ങൾ 2024 ഡിസംബർ മാസത്തോടു കൂടി തന്നെ ഇവരുടെ ജീവിതത്തിൽ കൈവരിക്കുവാനും വൻ നേട്ടങ്ങൾ
നേടിയെടുക്കുവാനും ഇവർക്ക് കഴിയുന്നതായിരിക്കും. കൈവരാൻ പോകുന്നത് അതിസമ്പന്ന യോഗമാണ് ഈ നക്ഷത്ര ജാതകർക്ക് വ്യാഴ നക്ഷത്രമാറ്റത്തിലൂടെ ജീവിതത്തിൽ കൈവരിക്കുവാൻ പോകുന്നത്. ജീവിത മണ്ഡലങ്ങളിൽ വിജയിക്കുവാനും ഉന്നത സ്ഥാനമാനങ്ങൾ അലങ്കരിക്കുവാനും സ്ഥാനമാനങ്ങളിലേക്ക് എത്തിച്ചേരുവാനും ഈ നക്ഷത്ര ജാതകർക്ക് കഴിയുന്നതായിരിക്കും. മനസ്സിലെ സകല വിഷമതകളും ആശങ്കകളും പൂർണ്ണമായും വെടിഞ്ഞ് നല്ല രീതിയിലുള്ള ജീവിത വിജയങ്ങളാണ് പുണർതം നക്ഷത്ര ജാതകരെ കാത്തിരിക്കുന്നത്. ഉറപ്പായും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം നേട്ടവും വിജയങ്ങളും ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുന്നതായിരിക്കും. അതുപോലെ തന്നെ അടുത്തത് പൂയം നക്ഷത്ര ജാതകരാണ്. പൂയം നക്ഷത്ര ജാതകർക്ക് വാഹന യോഗത്താൽ അതിസമ്പന്നമായ ഒരു കാലഘട്ടമാണ് വരുന്നത്. ഇവർക്ക് ഭൂമിയിൽ മേൽ ലാഭം ലഭിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ഊഹക്കച്ചവടക്കാർ, വസ്തു ബ്രോക്കർമാർ, അതുപോലെ തന്നെ ഇതര വ്യവസായിക വ്യാപാര മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും വളരെയേറെ സമ്പന്നകരമായിട്ടുള്ള സമയമാണ്. തികഞ്ഞ ഈശ്വര വിശ്വാസത്തോടു കൂടി നിങ്ങൾ പ്രവർത്തിക്കുക. കുടുംബക്ഷേത്രങ്ങളിൽ പോയി കുളിച്ചു തൊഴുത് പ്രാർത്ഥിച്ച് കുടുംബദേവീ ദേവന്മാരെ പ്രീതിപ്പെടുത്തി മുൻപോട്ട് പോകുക. ഉറപ്പായും ജീവിതത്തിൽ അതിമനോഹരമായ ഒരു കാലഘട്ടമാണ് നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്നത്. അതുപോലെ തന്നെ ആയില്യം നക്ഷത്ര ജാതകരാണ്. ഈ നക്ഷത്ര ജാതകർക്ക് അനുഭവത്തിൽ വരാൻ പോകുന്നതും കൈവരിക്കുവാൻ പോകുന്നതും വളരെ വലിയ ഭാഗ്യാനുഭവങ്ങളാണ്. നിങ്ങൾ കൊതിച്ചതെല്ലാം നേടിയെടുത്ത് ഒരു വിജയമായി തീരുവാൻ കഴിയുന്ന സാഹചര്യമാണ് നിലവിൽ നിങ്ങൾക്ക് കാണപ്പെടുന്നത്. സമ്പത്തിന് യാതൊരുവിധമായ ബുദ്ധിമുട്ടുകളും ഈ നക്ഷത്ര ജാതകർക്ക് ഈ സമയങ്ങളുണ്ടാവുകയില്ല. സർക്കാർ സർവീസുകളിൽ നിയമന ഉത്തരവുകൾ ലഭിക്കുവാൻ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. ഉദ്യോഗാർത്ഥികൾക്ക് പ്രശസ്തി വർദ്ധിക്കുന്ന സമയമാണ്. ബിസിനസ് രംഗത്ത് നിങ്ങൾ ശോഭിക്കുന്നതായിരിക്കും. ഈ കാലയളവിലെ എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും ആപത്തുകളിൽ നിന്നും നിങ്ങൾക്ക് മോചനങ്ങൾ നേടിയെടുക്കുവാനും കഴിയുന്നതായിരിക്കും. കടബാധ്യത പൂർണ്ണമായും വീട്ടി നല്ല സമാധാനം നിറഞ്ഞ കുടുംബാന്തരീക്ഷങ്ങളൊക്കെ ആയില്യം നക്ഷത്ര ജാതകരെ തേടി വരുന്ന സാഹചര്യങ്ങളാണ് നിലവിൽ കാണുന്നത്. ജീവിതത്തിൽ വളരെയേറെ ആഹ്ലാദവും സന്തോഷവും നിലനിന്ന് നല്ലൊരു കുടുംബജീവിതം നയിക്കുവാനുള്ള ഭാഗ്യയോഗങ്ങൾ ആയില്യം നക്ഷത്ര ജാതകരിൽ കാണപ്പെടുന്നുണ്ട്. അടുത്തത് മകം നക്ഷത്ര ജാതകരാണ്. വളരെയേറെ സന്തോഷപ്രിയരായിട്ടുള്ള മകം നക്ഷത്ര ജാതകർക്ക് ജീവിതത്തിൽ ഒട്ടനവധി ഉയർച്ചയുടെ കാലഘട്ടത്തിലൂടെയാണ് ഈ നക്ഷത്ര ജാതകർ സഞ്ചരിക്കുന്നത്. മനസ്സിൽ ആഗ്രഹിച്ച ഏത് വലിയ ആഗ്രഹങ്ങളും പൂവണിഞ്ഞ് കിട്ടുന്നൊരു സമയമാണ് ഈ നക്ഷത്ര ജാതകർക്ക്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിലെ എക്കാലത്തെയും ആഗ്രഹമെന്ന വീട് എന്ന സ്വപ്നം നിങ്ങൾക്ക് പൂർത്തീകരിക്കുവാൻ കഴിയുന്ന സമയമാണ്. അതിന് വേണ്ടുന്നുള്ള പ്രാരംഭ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നതായിരിക്കും. അതായത് വസ്തു വാങ്ങുവാനുള്ള സമയമായിരിക്കും. അതുമല്ലെങ്കിൽ നിങ്ങളുടെ വീട് പണിക്കുള്ള കല്ലിടിയിലോ അല്ലെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കുന്നൊരു കാലഘട്ടമാണ്. ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിലെ ആ സ്വപ്നം പൂവണിയുവാനും നിങ്ങൾക്ക് സന്തോഷകരവും സമാധാനകരമായിട്ട് ജീവിക്കുവാനുമുള്ള സാഹചര്യങ്ങൾ ഈ സമയങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടുന്ന സമയമാണ്. ഉറപ്പായും ഈശ്വരനെ മുൻനിർത്തി പ്രവർത്തിക്കുക. ഉറപ്പായും ഈശ്വരൻ നിങ്ങളെ ജീവിതത്തിൽ കൈപിടിച്ചു കൊടുത്താൽ തന്നെ ചെയ്യുന്നതായിരിക്കും. അടുത്തത് ഉത്രം നക്ഷത്ര ജാതകരാണ്. ഭാവിയിൽ വളരെയേറെ സാമ്പത്തിക നേട്ടങ്ങളും സാമ്പത്തിക അഭിവൃദ്ധിയും ജീവിതത്തിൽ കൈവരിച്ച് ഒരു ധനവാനായി തീരുവാനുള്ള ഭാഗ്യയോഗങ്ങളാണ് ഉത്രം നക്ഷത്ര ജാതകരിൽ കാണപ്പെടുന്നത്. ഇവർക്ക് ഒത്തിരി സാമ്പത്തിക നേട്ടങ്ങളും വാഹനയോഗങ്ങളും വസ്തുയോഗങ്ങളുമാണ് ജീവിതത്തിൽ കൈവരിക്കുവാൻ പോകുന്നത്. നിങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ പൂർത്തീകരിച്ച് നിങ്ങൾക്ക് അതിസമ്പന്നനായി തീരുവാനും വളരെയേറെ ഭാഗ്യശാലികളാണ് നിങ്ങൾ. നിങ്ങളുടെ ജീവിതത്തിലെ സമസ്ത മേഖലകളിലും വൻതോതിലുള്ള മാറ്റങ്ങളും വിജയങ്ങളും കൈവരിക്കുവാനുള്ള ഭാഗ്യയോഗങ്ങൾ ഉത്രം നക്ഷത്ര ജാതകർക്ക് ഈശ്വര കൃപാകടാക്ഷങ്ങളാൽ കാണപ്പെടുന്ന സമയമാണ്. പൂർണ്ണതും സർവേശ്വരൻ അർപ്പിച്ച് നിങ്ങൾ പ്രവർത്തിക്കുക. ഉറപ്പായും ഇവിടെ പറഞ്ഞിട്ടുള്ള നക്ഷത്ര ജാതകർ നിങ്ങളുടെ കുടുംബക്ഷേത്രങ്ങളിൽ പോയി കുളിച്ചു തൊഴുത് പ്രാർത്ഥിച്ച് കുടുംബദേവീ ദേവന്മാർക്ക് പ്രീതികരമായിട്ടുള്ള പൂജകളും വഴിപാടുകളും നടത്തുക. ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിൽ ഈശ്വരൻ്റെ അനുഗ്രഹങ്ങളൊക്കെ ലഭിക്കുന്ന സമയമാണ്. ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി സാമ്പത്തിക നേട്ടങ്ങളും ആഗ്രഹ പൂർത്തീകരണങ്ങളൊക്കെ ഉണ്ടാകുന്ന ഈ സമയം വേണ്ട വിധം പ്രയോജനപ്പെടുത്തുക. എല്ലാവരുടെയും ജീവിതത്തിൽ നടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.